ക്രിയേഷനിലേക്ക് സ്വാഗതം. ഞാൻ മാളു, ഇത് രഹന, ഇത് റോബി, ഇത് ഞങ്ങളുടെ നൂറ. അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെ കുറെ നാള് കഴിഞ്ഞിട്ട് വരുന്ന ഒരു വീഡിയോ ആണ്. നമ്മുടെ വിക്രം സാറിന്റെ വീഡിയോ, സിനിമ തങ്കലാൻ, ദി സൺ ഓഫ് ഗോൾഡ് എന്നാണ് അതിന്റെ അർത്ഥം. ഗോൾഡ് ഓർ ഗോഡ് ഗോൾഡ് സ്വർണം. അപ്പം ഇത് പാ രഞ്ജിത്തിന്റെ പടമാണ്. പുള്ള വേറെ പടങ്ങൾ അതൊക്കെ അറിയോ? കബാല ഒരു പടമാണ്. അത് തന്നെ ശരിയാ. നമ്മുടെ രജനി കാല, കബാലല്ല കബാലി, കാല, അതൊക്കെ. മദ്രാസ് എന്നൊരു പടം അറിയോ? ഒരു പഴയ പടം വെച്ചാ നമ്മുടെ അല്ലെന്നേ, കാർത്തിയുടെ പഴയ പടോ? രണ്ട് പെമ്പിള്ളാരുമായിട്ടുള്ളതാണ്. അങ്ങനെ ഒരു പാട്ടൊക്കെ. ഈ പടം അറിയോ? ഇതൊക്കെ പുള്ളിയുടെ ആദ്യത്തെ പടങ്ങളായിരുന്നു. അപ്പൊ പുള്ളിയുടെ പടമാണ് ഇത്. കുറെ നാൾ ഷൂട്ട് ചെയ്ത് എടുത്തൊരു പടം. ഇതിന് മുമ്പ് ഇതിന്റെ ഒരു ടീസർ വെളി വന്നിരുന്നു. നിങ്ങളെ ടീസർ കണ്ടായിരുന്നോ? കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ ഇത് കണ്ടു നോക്കൂ. ഇത് ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. നമുക്ക് എന്തെങ്കിലും കണ്ടു നോക്കിയാലോ? ബ്രിട്ടീഷുകാര് എനിക്കിത് വെള്ളത്തിനകത്ത് ഗോൾഡ് ഉണ്ട്. ഇത് ബ്രിട്ടീഷുകാര് സൂര്യാണ്. ആനേനെ പോലുണ്ടോ മല? ശരിയാണല്ലോ. അതോ അല്ല, രണ്ടും ഒരേപോലെ ഫൈറ്റ് ചെയ്യുന്നത്. തങ്കലാൻ ഇത് നമ്മള് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതുവരെ കാണാത്തൊരു സായിപ്പന്മാരുടെ ആണല്ലോ, ഇതുവരെ കാണാത്ത ബ്രിട്ടീഷിന്റെ ഒരു സ്റ്റോറിയാന്ന് തോന്നുന്നു. നമ്മളിപ്രാവശ്യം എപ്പോഴും കാണുന്ന വലിയ യുദ്ധവും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അല്ല. പക്ഷെ ഇതിന്റെ അകത്ത് സാധാരണ ഗ്രാമത്തിൽ വന്നിട്ട് അവര്, എനിക്ക് ആ വെള്ളത്തിന്റെ അകത്ത് ഗോൾഡ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതെടുക്കാൻ വരുന്നതിനൂടെ ഉണ്ടാവുന്ന കുറെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും ആന്ന് തോന്നുന്നു. കാരണം അങ്ങനെ എന്തൊക്കെ നമ്മുടെ നേച്ചറിലുള്ള ഒരു ഗോൾഡ് ഉണ്ടാവുമല്ലോ. അപ്പം നേച്ചറിലല്ലേ അപ്പൊ പണ്ടത്തെ ഇതില് നമ്മുടെ നേച്ചറിനെ എടുക്കുമ്പോഴത്തേക്കിനും അതിന് അതായത് നമ്മൾ എന്തെങ്കിലും പ്രകൃതിയോട് ചെയ്യുമ്പോൾ പ്രകൃതി തിരിച്ചു ചെയ്ത് അതും തോന്നുന്നു. അതുകൊണ്ടെന്ന് മറ്റേ പുലി പോലത്തെ സാധനം, അതെനിക്ക് തോന്നുന്നു കാട്ടിലായോണ്ടായിരിക്കാം അങ്ങനെ വരുന്നത്. പാർവതിയിലുള്ള അടിപൊളി നമ്മുടെ വിക്രമാണ് അതില് സൂപ്പർ. വിക്രം സൂപ്പറാണ്. പക്ഷെ പാർവതി ഉണ്ട്, പശുപതി ഉണ്ട്, പിന്നെ ഞാൻ പറയാറൊക്കെ ഉണ്ട്. പാർവതി ഇപ്പം കുറെ നാട്ട് മലയാളത്തിൽ കഴിഞ്ഞിട്ട് ഇപ്പൊ തമിഴാണ് തോന്നുന്നു അടുത്തായിട്ട് അഭിനയിക്കുന്ന നാള് കൂടി. മാളവിക മോഹൻ ഉണ്ട്. എനിക്ക് മാളവിക മോഹന ഹീറോയിൻ തോന്നുന്നു. ഇല്ല, പാർവതി ആയിരിക്കും അല്ലേ? എനിക്ക് വൈഫായിട്ടാ പാർവതി.
100 to 150 കോടി മുതൽ മുടക്കിയെടുക്കുന്ന അതിനുള്ള ഉണ്ടെന്ന് തോന്നുന്നു. മുടിയൊക്കെ വിക്രം വളർത്തി ഇതിന് ഇവിടെ പറഞ്ഞാലും വിക്രം ഡബിൾ റോൾ ആണോ അതോ വിക്രത്തിന്റെ വിക്രത്തിന്റെ പാന്റ് ഷർട്ടും ഒക്കെ ഇട്ട് ഒരു വിക്രമുണ്ട്. പിന്നെ നമ്മുടെ അവിടുത്തെ നാട്ടില് എനിക്ക് തോന്നുന്നു ആ നാട്ടിലെ ഇത് ബ്രിട്ടീഷുകാരായിട്ട് കൂടുതൽ കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ട് അവർക്ക് പണി കൊടുക്കുന്നതാണ്. ആയിരിക്കാം മേ ബി. എന്തായാലും ലുക്കും എല്ലാം അതെ. വിക്രത്തിന്റെ 61ാമത്തെ മൂവിയാണ് കേട്ടോ ഇത്. കുറെ നാൾക്ക് ശേഷം വന്നൊരു പടം. അപ്പോ 15 ഓഗസ്റ്റിനായിരിക്കാം റിലീസ്. എന്തായാലും പടം വരട്ടെ, നമുക്ക് പടം വന്നിട്ട് നോക്കാം. മേക്കിംഗ് സൂപ്പർ ആണ്, അടിപൊളിയായിട്ടുണ്ട്. ഗ്രാഫിക്സ് ആനിമേഷൻ ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ കാണാത്തൊരു സ്റ്റോറി ആയിരിക്കും. അപ്പൊ ഞങ്ങൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടാൽ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം കിട്ടുന്നതായിരിക്കും. അപ്പം ബൈ.